വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഓപ്പൺ കോഴ്സിന്റെ പുതിയ ലെക്ചറിലേക്ക് നമുക്ക് കിടക്കാം. ഈ ലെക്ചറിന്റെ അകത്ത് പെർസെൻറ്റേജ് എന്നൊരു സെക്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ പെർസെന്റ് പെർ 100 എന്നാണ് ആക്ച്വലി മീൻ ചെയ്യുന്നത്. 100ൽ എത്ര എന്നുള്ളതാണ് ബേസിക്കലി പെർസെന്റ് എന്നതിന്റെ മീനിങ്. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു കുട്ടിക്ക് 70% മാർക്ക് ഇൻ ഫൈനൽ എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഓരോ 100 മാർക്സിലും 70 അല്ലെങ്കിൽ ഔട്ട് ഓഫ് 100ൽ 70 മാർക്ക് കിട്ടി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഔട്ട് ഓഫ് 100ൽ എത്ര കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ. ഓക്കെ, ഒരാൾക്ക് 50% പ്രോഫിറ്റ് കിട്ടി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് അധികമായിട്ട് 15 രൂപ കിട്ടി. ഓരോ 100 രൂപയ്ക്കും അയാൾക്ക് 15 രൂപ എക്സ്ട്രാ കിട്ടി, പ്രോഫിറ്റ് ആയിട്ട്, ലാഭമായിട്ട് കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ചിലപ്പം 200 രൂപ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 30 രൂപ, ഓരോ 100 രൂപയ്ക്കും 15 രൂപ വെച്ച് 2 100 രൂപയ്ക്ക് 15 + 15 30 രൂപ അയാൾക്ക് ലാഭമായിട്ട് കിട്ടി. ഓക്കെ, സോ 40% ഇൻകം ടാക്സ് പേ ചെയ്യുന്നുണ്ട്. അതാണ് അയാളുടെ ഇൻകത്തിന്റെ 40% ഇൻകം ടാക്സ് ആയിട്ട് പേ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അയാൾ ഓരോ 100 രൂപ സമ്പാദിക്കുമ്പോഴും ആ 100 രൂപയ്ക്കകത്ത് 40 രൂപ അയാൾക്ക് ഇൻകം ടാക്സ് ആയിട്ട് അയാൾ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് ആക്ച്വൽ മീനിങ്. സോ പെർസെന്റ് എന്ന് വെച്ചാൽ 100ൽ എത്ര, 100ൽ എത്ര എന്നുള്ളതാണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട വസ്തുത. ഓക്കെ, ഇനി പെർസെന്റേജുമായി ബന്ധപ്പെട്ട ചില കൺവേർഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. ചില കൺവേർഷൻസ്. ഒന്നാമത്തേത്, നമ്മൾ പെർസെന്റേജിനെ അല്ലെങ്കിൽ റാൻഡം ഫ്രാക്ഷൻ തന്നാൽ ആ റാൻഡം ഫ്രാക്ഷനെ എങ്ങനെ പെർസെന്റേജ് ആക്കാം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. ആൻഡ് ഫ്രാക്ഷൻസ് ഇത്തരത്തിലുള്ള കൺവേർഷൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് 50% എന്ന് വെച്ചാൽ it is actually means 50/100 എന്നുള്ളതാണ് ആക്ച്വൽ മീനിങ്. ഓരോ 100ലും 50 എന്നുള്ളതാണ് ആക്ച്വൽ മീനിങ്. ഓക്കെ, സോ ഒരു പെർസെന്റ് തന്നാൽ അതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ 50% ഓഫ് 25 rupees എന്ന് വെച്ചാൽ ഓക്കെ 50/100 into 25 ആണ്. സോ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 25/100 is 4. 50/4 is actually 12.5. ഓക്കെ, അതായത് 25ന്റെ 50% എന്ന് വെച്ചാൽ 12.5 രൂപയാണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ 50/10നെ 50/100നെ നമുക്ക് 1/2 എന്ന് എഴുതാം. ഓക്കെ, 25/2 which is actually 12.5. അല്ലെങ്കിൽ 25ന്റെ 50% എന്ന് വെച്ചാൽ 25ന്റെ പകുതി എന്നുള്ളതാണ് ആക്ച്വൽ മീനിങ്. സോ പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കി നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. ഇനി തിരിച്ച് ഫ്രാക്ഷൻസിനെ പെർസെന്റേജ് ആക്കാൻ വേണ്ടി ഇപ്പോൾ 3/4 എന്നൊരു ഫ്രാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ പെർസെന്റേജ് ആക്കാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 3/100 divided by 4/100. Okay, so അപ്പോൾ 300 divided by 400. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we get 75/100 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. Okay, so which means 75%. അപ്പോൾ നമ്മൾ ബേസിക്കലി 3/4 അല്ലെങ്കിൽ ഫ്രാക്ഷൻ തരികയാണെങ്കിൽ ആ ഫ്രാക്ഷനെ
നമുക്ക് പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്നുകിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 100-ലാക്കുക. അതായത് a/100 എന്നുള്ള ഫോർമാറ്റിലേക്ക് അതിനെ മാറ്റുക. കാരണം പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ആക്ച്വലി a/100 എന്നുള്ള ഫോർമാറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി ഒന്നുകിൽ 100 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a/100 എന്നുള്ള ഫോർമാറ്റിലേക്ക് ആക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കുക. ഇപ്പോൾ 3/4 ന്യൂമറിക്കൽ വാല്യൂ ഈസ് ആക്ച്വലി 0.75 ആണ്. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 75 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് one way to convert percent to fractions and fractions to percent. Okay, so fraction and percentage തമ്മിലുള്ള conversions. ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. Convert 25% into fractions. Okay, 25% എന്ന് വെച്ചാൽ ആക്ച്വലി 25/100 ആണ്. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/4 എന്നാണ്. ഓക്കെ, സോ 1/4 ആണ് 25-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷണൽ റെപ്രസെന്റേഷൻ. 25/100 എന്ന് എഴുതാം. ഇപ്പോൾ 30%-നെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി which is of the form 30/100 which is equal to 3/10 എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ ഫ്രാക്ഷണൽ ഫോർം. ഈ ഫ്രാക്ഷനെ തിരിച്ച് പെർസെന്റേജ് ആക്കാൻ വേണ്ടി ഇതിനെ നമുക്ക് a/100 എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിച്ചിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദിസ് ഈസ് ദ സിമ്പിൾ പ്രൊസീജിയർ. ഇതേ ഐഡിയ വെച്ച് തന്നെ നമുക്ക് ഡെസിമലിനെ പെർസെന്റേജ് ആക്കാം. ഒരു ഡെസിമൽ ഇപ്പൊ 1.25 എന്നൊരു ഡെസിമൽ നമുക്ക് തരികയാണ്. അതിനെ പെർസെന്റേജ് ആക്കാൻ വേണ്ടി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 125% എന്നുള്ളതാണ് അതിന്റെ ആക്ച്വൽ മീനിങ്. ഓക്കെ, ഇനി തിരിച്ച് പെർസെന്റേജ് ഡെസിമൽ ആക്കാൻ വേണ്ടി അതിനെ ഈ ഫോമിൽ എഴുതുക. ഈ ഫോമിൽ എഴുതിയിട്ട് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. സോ നമുക്ക് ഏത് നമ്പറിനെ പെർസെന്റേജിനെ ന്യൂമറിക്കൽ അല്ലെങ്കിൽ അതിനെ ഫ്രാക്ഷൻസോ ഡെസിമൽ രൂപത്തിലോ ആക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് ഈസ് and ratio. So percent and ratio. Okay, നമ്മൾ റേഷ്യോസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, സോ റേഷ്യോ ഈസ് ആക്ച്വലി a/b എന്ന റേഷ്യോയുടെ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ രണ്ട് ക്വാണ്ടിറ്റീസിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് a/b എന്ന് വെച്ചാൽ. ഇതിന്റെ ആക്ച്വൽ മീനിങ് a/b എന്നുള്ളതാണ്. ഓക്കെ, സോ a/b എന്നുള്ള നമ്പറിന്റെ റേഷ്യോ വേറൊരു തരത്തിലുള്ള റെപ്രസെന്റേഷൻ ആണ് a/b എന്ന് പറയുന്നത്. ദിസ് ഈസ് ആക്ച്വലി യൂസ്ഡ് ടു കമ്പയർ ടു ഡിസ്റ്റിങ്ക്ട് ക്വാണ്ടിറ്റീസ് ന്യൂമറിക്കലി. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കും. സോ പെർസെന്റേജിനെ പിന്നെ റേഷ്യോ ആക്കാം. പെർസെന്റേജിനെ റേഷ്യോ ആക്കാൻ വേണ്ടി 50% തന്നിട്ടുണ്ട്. 50% എന്ന് വെച്ചാൽ ആക്ച്വലി 50/100 ആണ്, which is actually 1/2 ആണ്. സോ a/b എന്ന് വെച്ചാൽ a/b ആണ്. സോ 1:2 എന്നുള്ള റേഷ്യോ. സോ ഫോർ 50% എന്ന് വെച്ചാൽ 1:2 എന്നുള്ള റേഷ്യോ കീപ്പ് ചെയ്യുന്നു. ഇനി തിരിച്ച് നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ട്, a/b എന്ന് തന്നിട്ടുണ്ട്. അതിനെ പെർസെന്റേജ് ആക്കാൻ വേണ്ടി a/b എന്ന് വെച്ചാൽ a/b എന്നുള്ള ഫോർമാറ്റ് ആണ്. 100 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം c/100 എന്നുള്ള ഫോർമാറ്റ് ആക്കുക. അപ്പോൾ അതിനെ നമുക്ക് c പെർസെന്റേജിന് എഴുതാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. c എന്നുള്ളത് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറാണ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഉദാഹരണമായിട്ട് 4:6 എന്നുള്ളതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ആക്ച്വലി 4/6. അതിനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വേണമെങ്കിൽ 2/3 എന്ന് എഴുതാം. ഇതിനെ into 100 divided by 100. Okay, so the answer becomes, simplify ചെയ്യുമ്പോൾ 66.66 etc. by 100 എന്ന് കിട്ടും. അല്ലെങ്കിൽ which is actually 66.66 etc. percentage എന്ന് കിട്ടും. സോ ഇതാണ് ഒരു റേഷ്യോയെ പെർസെന്റേജ് ആക്കുന്ന ഫോർമാറ്റ്. ഓക്കെ, സോ ഇങ്ങനെ ഏത് റേഷ്യോയെ നമുക്ക് പെർസെന്റേജ് ആക്കി മാറ്റാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, question number 1, find 10% more than
90. ഓക്കെ, 90നെ, അതായത് നമുക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ട് 90. ഓക്കെ, അതിനെക്കാട്ടിലും 10% കൂടുതലുള്ള നമ്പർ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 90ന്റെ 10% എടുക്കുക. ഓക്കെ, എന്നിട്ട് ആ 10% കണ്ടെത്തി 90മായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ മെത്തേഡ് ഈസ് ആക്ച്വലി, സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് 10% ഓഫ് 90. അത് കണ്ടുപിടിക്കാൻ വേണ്ടി 10% എന്ന് വെച്ചാൽ ആക്ച്വലി 10/100 ഓഫ് 90 എന്ന് വെച്ചാൽ 10/100 ഡിവൈഡഡ് ഇൻറ്റു 90 എന്ന് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി 9 എന്ന് കിട്ടും. അപ്പൊ 10% ഓഫ് 90 ഈസ് ആക്ച്വലി 9. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ 10% മോർ ഓഫ് 90 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 10% മോർ ഓഫ് 90 ഈസ് ആക്ച്വലി നമുക്ക് 90 പ്ലസ് 9, which is actually 99 എന്നെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മാർഗമുണ്ട്. ഓക്കെ, ഇതല്ലാതെ 10% നമുക്ക് ടോട്ടൽ 90 ആണുള്ളത്. 90 എന്ന് വെച്ചാൽ 100% ആണ്. നമുക്ക് ടോട്ടൽ ഉള്ള നമ്പർ 90 ആണ്. അതിന്റെ ടോട്ടൽ പെർസെൻറ്റേജ് എന്താ വെച്ചാൽ 100 ആണ്. സോ അതിന്റെ 10% മോർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആക്ച്വലി നമുക്ക് 110% ഓഫ് 90 ആണ് ആക്ച്വലി കണ്ടെത്തേണ്ടത്. ഓക്കെ, 110% ഓഫ് 90 ആണ് കണ്ടെത്തേണ്ടത്. കാരണം 90ൽ 90 100% ആണ്, അതിനെക്കാട്ടിലും 10% കൂടുതലാണ്. സോ 110% ഓഫ് 90 ആണ് കണ്ടെത്തേണ്ടത്. സോ 110% ഓഫ് 90 ഈസ് 110/100 ഇൻറ്റു 90, which is equal to 99. ഇങ്ങനെയും നമുക്ക് കണ്ടെത്താം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 20% less than rupees 70. 70നേക്കാട്ടിലും 20% കുറവുള്ള നമ്പർ കണ്ടെത്തുക. സോ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത് 70ന്റെ 20% കണ്ടെത്തുക, അതിൽ നിന്ന് കണ്ടെത്തിയിട്ട് 70 നിന്ന് ആ നമ്പർ കുറയ്ക്കുക. ഇതാണ് ഒരു മെത്തേഡ്. സോ 20%, 20% ഓഫ് 70 is actually 20/100 into 70, which is equal to 14 എന്ന് കിട്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. സോ 20% less is, so 70 is actually 70 minus 14, which is actually 56. Okay, so ഇത് ഒരു രീതി. ഇനി 20% less. ഓക്കെ, നമ്മൾ 70ൽ 70 100% ആണ്, അതിൽ നിന്ന് 20% കുറയ്ക്കണം. സോ ടോട്ടൽ 100% ആണ്, അതിൽ നിന്ന് 20% കുറയ്ക്കണം, which is actually 80%. ഓക്കെ, സോ നമുക്കപ്പോൾ കണ്ടെത്തേണ്ടത് 80% ഓഫ് 70 ആണ്. ഓക്കെ, സോ 80% ഓഫ് 70 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 80/100 ഇൻറ്റു 70, which is actually 56 എന്ന് തന്നെ കിട്ടും. ഇങ്ങനെയും ചെയ്യാം. Anju obtained 400 marks out of 500. Find the percentage of marks. Okay, so ഇവിടെ ഒരു നമ്പറിനെ വേറൊരു നമ്പറിന്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്, അതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. തന്നിട്ടുണ്ട് അഞ്ജുവിന് 500ൽ 400 മാർക്ക് കിട്ടിയിട്ടുണ്ട്. സോ 500ൽ 400 എന്ന് വെച്ചാൽ 400 ഡിവൈഡഡ് ബൈ 500 ആണ്, അല്ലെങ്കിൽ 400 ഈസ് ടു 500 ആണ്. ഓക്കെ, സോ അതിനെ പെർസെൻറ്റേജ് ആക്കണം. അതിനെ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി ഇതിനെ നമുക്ക് ആക്ച്വലി ഔട്ട് ഓഫ് 100ലോട്ട് ആക്കിയാൽ മതി. അതായത് ഒന്നുകിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെർസെൻറ്റേജിന്റെ ഫോമിലൊക്കെ ആക്കാൻ പറ്റും. സോ 400 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100. നിങ്ങൾക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് a/100 എന്നുള്ള ഫോർമാറ്റിലോട്ട് ആക്കാം. അതിനെക്കാട്ടിൽ ഈസിയസ്റ്റ് വേ ഇസ് ദിസ്, വിച്ച് ഈസ് ആക്ച്വലി 80% എന്ന് കിട്ടും. നമുക്കൊരു p/q എന്ന് പറഞ്ഞ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടിയുള്ള ഈസിയസ്റ്റ് വേ എന്ന് വെച്ചാൽ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ.
സോ റെസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.